കോട്ടയം ജില്ലയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം അവലോകനം ചെയ്യുന്ന ഒരു പങ്ക്തി ഇന്നു മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യമായി നമ്മൾ ആരംഭിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയിലെ തന്നെ മത സാമുദായിക സാംസ്കാരിക കേന്ദ്രം എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. കാരണം അത് പറയാൻ കാരണം ചങ്ങനാശ്ശേരി NSSൻ്റെ ആസ്ഥാനം പെരുന്നയിലാണ്. അതുപോലെ തന്നെ കത്തോലിക്കരുടെ ഒരു വത്തിക്കാൻ എന്നറിയപ്പെടുന്ന സ്ഥലം കൂടിയാണ് ചങ്ങനാശ്ശേരി. കാരണം സീറോ മലബാർ സഭയുടെ അതിരൂപതകളിൽ ഏറ്റവും പ്രാധാന്യമേറിയ ചങ്ങനാശ്ശേരി അതിരൂപത ചങ്ങനാശ്ശേരിയിലാണ്. ഈ രണ്ട് സ്ഥലങ്ങളിലേക്കും രാഷ്ട്രീയ നേതാക്കൾ, ഈ മത സാമുദായിക നേതാക്കളെ കാണാൻ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ പല രൂപത്തിൽ ചങ്ങനാശ്ശേരിക്ക് പ്രാധാന്യമുണ്ട്. എങ്കിലും ഒരു മതേതര സ്വഭാവം എന്ന് നിലനിർത്തുന്ന പ്രദേശവും കൂടിയാണ്. ആ ചങ്ങനാശ്ശേരിയിൽ ഏതാണ്ട് ഈ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ മുതൽ ജോബ് മൈക്കിൾ കഴിഞ്ഞ 5 വർഷമായി അവിടെ MLA ആയിരിക്കുന്നതിന് മുമ്പുള്ള കാലം പരിശോധിച്ചാൽ ഏതാണ്ട് 40 വർഷക്കാലം 9 തെരഞ്ഞെടുപ്പുകളിൽ 1980 മുതൽ CF തോമസ് MLA, കേരള കോൺഗ്രസിൻ്റെ നേതാവ് CF തോമസ് MLA അവിടുന്ന് നിയമസഭയിലെത്തിയിരുന്നു. അതുകൂടാതെ അദ്ദേഹം മന്ത്രിയുമായിരുന്നു. 2 AK ആൻ്റണി മന്ത്രിസഭയിൽ CF തോമസ് മന്ത്രിയുമായിരുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയമായി UDFന് മേൽക്കൈയുള്ള ഒരു മണ്ഡലമായാണ് പൊതുവെ അറിയപ്പെട്ടിരുന്നത്. അതിനു മുമ്പ് അവിടെ 1957 മുതൽ ഈ മണ്ഡലമുണ്ട്. കല്യാൺ കൃഷ്ണൻ നായർ തൊട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് ആദ്യത്തെ 2-3 പേര് കഴിഞ്ഞ് പിന്നെ കേരള കോൺഗ്രസിൻ്റെ ആദ്യമായി ഒരു ജനപ്രതിനിധി വരുന്നത് 77 KJ ജേക്കബാണ്. അത് കഴിഞ്ഞിട്ട് 80 മുതൽ തുടർച്ചയായി CF തോമസ് ആ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. അഴിമതിയുടെ പുരളാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ആൾക്കാരുമായി ഇഴുകിച്ചേർന്ന് ആ ആ മണ്ഡലത്തിൻ്റെ സ്വന്തം ആളായിരുന്നു. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി വളർന്ന ഒരു അഡ്വക്കേറ്റ് അഭിഭാഷകനായിരുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി വന്ന ജോബ് മൈക്കിൾ പിന്നീട് അവിടെ MLA ആകുന്നത്. അദ്ദേഹം LDFൻ്റെ ബാനറിലാണ് അദ്ദേഹം മത്സരിച്ച് MLA ആകുന്നത്. കഴിഞ്ഞ തവണ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ കാൻഡിഡേറ്റായിട്ട് അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എതിരായി മത്സരിച്ചത് VJ ലാലിയാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ തന്നെ VJ ലാലിയാണ്. അവർ തമ്മിലുള്ള മത്സരത്തിൽ മൂന്നാമതായി ചങ്ങനാശ്ശേരിയിൽ NDAക്ക് ഒരു പ്രാധാന്യമുള്ള സ്ഥലമാണ്, അവിടെ സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടെ G രാമൻ നായരാണ് അവിടെ മത്സരിച്ചത്. ആ മത്സരത്തിനിടയിൽ G രാമൻ നായർക്ക് ഏതാണ്ട് 15,000 വോട്ടിനടുത്താണ് ലഭിച്ചത്. അവർ UDFൻ്റെയും LDFൻ്റെയും UDFൻ്റെയും സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വോട്ടിൻ്റെ വ്യത്യാസം 6,000 വോട്ടിൻ്റെ വ്യത്യാസമായിരുന്നു. അതിന് ശേഷമുള്ളൊരു സ്ഥിതി പരിശോധിച്ചാൽ ഈ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനും അതിനു മുമ്പ് നടന്ന ലോക്സഭാ ഇലക്ഷനും ചങ്ങനാശ്ശേരിയിൽ UDFന് അല്പം മേൽക്കൈ ലഭിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ തദ്ദേശ ഇലക്ഷനിൽ ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലം എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയും കുറിച്ചി, മാടപ്പള്ളി, തൃക്കടിത്താനം, പായിപ്പാട് പഞ്ചായത്തുകൾ കൂടി ചേർന്നതാണ്, ഗ്രാമപഞ്ചായത്തുകൾ കൂടി ചേർന്നതാണ്. അവിടെ 2 പഞ്ചായത്തുകളിൽ മാത്രമാണ് LDF ഇത്തവണ ഉള്ളത്. 3 പഞ്ചായത്തുകളിൽ UDFും വിജയിച്ചിരിക്കുന്നു. ഇത്തവണ മത്സര രംഗത്തുള്ളത് പ്രധാനമായും LDFൻ്റെ സിറ്റിംഗ് MLA ജോബ് മൈക്കിള്, UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇത്തവണ വന്നിട്ടുള്ളത് കേരള കോൺഗ്രസിൻ്റെ ബിനു ജോബാണ്. ഈ ബിനു ജോബ് കഴിഞ്ഞ
ഇത്തവണ തദ്ദേശ ഇലക്ഷനിൽ തൃക്കടുത്താനം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് അംഗമായി നല്ല ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അതിനു മുമ്പ് അദ്ദേഹം അവിടെ മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ ബ്ലോക്ക് മെമ്പറായിട്ട് വിജയിച്ച ആളാണ്. അപ്പോൾ ഈ തൃക്കടുത്താനം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ സാധാരണ കുറേ നാളായി LDF വിജയിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അത് തിരിച്ചു പിടിച്ച ആളെന്ന നിലയിൽ കൂടി ഒരു പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിന് കേരള കോൺഗ്രസ് സീറ്റ് കൊടുത്തത് എന്ന് തോന്നുന്നു. ഏതായാലും ഇവർ രണ്ടും കൂടിയുള്ള മത്സരം, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ്സുകാരുടെ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരിക്കുന്നു എന്ന ഒരു പ്രാധാന്യം ചങ്ങനാശ്ശേരിയിലുണ്ട്. ഒപ്പം തന്നെ ബി രാധാകൃഷ്ണൻ മേനോനാണ്. ബി രാധാകൃഷ്ണൻ തൃക്കടുത്താനത്ത് ചങ്ങനാശ്ശേരി ജനിച്ചു വളർന്ന ആളെന്ന നിലയും NSSുമായി നല്ല ബന്ധമുള്ള ആളെന്ന നിലയിലും BJP സംസ്ഥാന സമിതി അംഗമാണ്. അദ്ദേഹം 2 തവണ BJPയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ ചങ്ങനാശ്ശേരി നല്ല സ്വാധീനമുള്ള ആളാണ് NDAൻ്റെ കാൻഡിഡേറ്റായി വന്നിട്ടുള്ളത്. പിന്നെ ജില്ലയിലെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത് ചങ്ങനാശ്ശേരിയിലാണ്. 10 സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിക്കുന്നു. അതിൽ SUCI, അതുകൂടാതെ BSP, SDPI തുടങ്ങിയ അത്യാവശ്യം ചെറിയ രാഷ്ട്രീയ മത്സരരംഗത്തുള്ള സംഘടനകളുടെ ആളുകളെല്ലാം ചങ്ങനാശ്ശേരിയിലുണ്ട്. ഇവിടെ ഈ NSSൻ്റെയും ചങ്ങനാശ്ശേരി അരമനയുടെയും ഒക്കെ താല്പര്യങ്ങളും ഒരു സ്വാധീനം ചെലുത്തുന്ന ഘടകമാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുപോലെ തന്നെ അവിടെ ഇത് പറയുമ്പോൾ അവിടെ നല്ല രീതിയിൽ ഈഴവ വോട്ടുകളും ഉള്ള സ്ഥലമാണ്. പിന്നോക്ക ദളിത് വിഭാഗങ്ങളും വോട്ട് ബാങ്ക് വോട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ആ നിലയിൽ മത്സരം ഇത്തവണ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷൻ്റെ നഗരസഭയിൽ കൂടുതൽ ആളുകളെ ലഭിച്ചത് വിജയിപ്പിക്കാനായത് കോൺഗ്രസ്സിനാണ്. എങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ തദ്ദേശ ഇലക്ഷന് 2000 താഴെ 1000 അധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ UDFനുള്ളൂ. ലോക്സഭാ ഇലക്ഷന് കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്ഥിതി UDFനുണ്ടായിരുന്നു. എങ്കിലും കനത്ത മത്സരം നടക്കുന്ന ഒരു പ്രവചനാതീതമായ ഒരു മത്സരം നടക്കുന്ന സ്ഥലമാണ് ചങ്ങനാശ്ശേരി എന്ന കാര്യത്തിൽ സംശയമില്ല.